ഗുഡ് മോർണിംഗ് വരും പ്രൈസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വിശ്വാസമില്ലാതെ ദൈവത്തെ ഒരിക്കൽ പോലും പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല. നമ്മൾ വിശ്വസിക്കുമ്പോൾ, ദൈവത്തെ വിശ്വസിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയും, ദൈവമേ ഞാൻ അങ്ങയോട് നന്ദിയുള്ളവനാണ് അല്ലേ. ദൈവത്തിൻ്റെ കഴിവിനെ, ദൈവത്തിൻ്റെ കരുണയെ, ദൈവത്തിൻ്റെ ക്യാരക്ടറിനെ നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് കാണിക്കുന്നത് ആ ഒരു ദൈവത്തിൻ്റെ കരുണ നമ്മളോട് ദൈവം കാണിച്ചതിനോട് നമ്മൾ നന്ദി പറയുകയോ ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ, ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഒരു വർഷിപ്പായിട്ട്, ഒരു പ്രേസ് ആയിട്ട് തീരുക ചെയ്യുന്നത്, ഒരു ആരാധനയായിട്ട് തീരുക ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഒരു ആരാധനയായിട്ട് നമ്മുടെ വിശ്വാസം മാറുമ്പോൾ ആ ആരാധനയെ മറികടക്കാൻ സൈറ്റന് സാധിക്കത്തില്ല, പിശാചിന് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ വിശ്വാസം ഒരു പരിച പോലെ നമ്മുടെ കയ്യിലാണ് അല്ലെ. ഒരിക്കൽ പോലും ഒന്നിനും തന്നെ അതിനെ മറികടക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പിശാചിന്റെ ഒരു വർക്കിന് മറികടക്കാൻ സാധിക്കും സ്ട്രോങ് ആയിട്ടുള്ള ആ വിശ്വാസത്തിന് അല്ലെ. അപ്പൊ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മള് വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കാം. വെറുതെ ഒരു കാര്യത്തിനായിട്ട് പെട്ടെന്നൊന്ന് ഉച്ചിരിയുള്ള വിശ്വാസത്തെ പറ്റിയല്ല പറയുന്നത്. പെർസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ടുള്ളൊരു വിശ്വാസം, അതിനെപ്പറ്റി പറയുന്നത്. ആ സൈറോഫിനിഷ്യൻ വുമൺ അല്ലെ, ആ സ്ത്രീക്ക് അവരുടെ കുഞ്ഞ് എന്താ പറയുന്ന ഭൂതം ബാധിച്ച് കിടന്ന കുഞ്ഞിനെ സുഖപ്പെടുത്തണമെന്ന് ദൈവത്തെ യേശുവിന്റെ മുമ്പിൽ അവരിന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, സംസാരിക്കുന്ന സംസാരം അല്ലെ. അവർക്ക് വിശ്വാസമാണ്, യേശുവിനെ കൊണ്ടേ സാധിക്കത്തുള്ളൂ എന്നുള്ള വിശ്വാസമുണ്ട് അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞു വെച്ചാല് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അവർ ആരാധിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്, വർഷിപ്പ് ചെയ്തു യേശുവിന്റെ മുമ്പിൽ, യേശുവിന്റെ അടുത്തേക്ക് വന്നിട്ട് അവർ വർഷിപ്പ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ആ വിശ്വാസം കാണിക്കുന്നത്, സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം കാണിക്കുന്നത് വർഷിപ്പിനെ കാണിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കാം. കർത്താവ് സംസാരം നന്ദി പറയുന്നു. കർത്താവ് താങ്ക് യു ജീസസ്, പ്രൈസ് ആൻഡ് വർഷിപ്പ് മൈറ്റി ഫാദർ ഗാഡ്. അങ്ങനെ സ്നേഹത്തായിട്ട് ഞങ്ങളോട് കാണിച്ച കൃപയ്ക്കായിട്ട്, കാണിക്കുന്ന കൃപയ്ക്കായിട്ട് കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ട് ഞങ്ങൾ ഇന്ന് ജീവനുള്ള മനുഷ്യരാക്കി തീർക്കാൻ നന്ദി പറയുന്നു കർത്താവ്. നേരത്തെ ഞങ്ങളുടെ പാപങ്ങൾ മരിച്ചവരായിരുന്നു ഞങ്ങൾ, പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ജീവനുണ്ട് കർത്താവ് ഉള്ളിൻ്റെ ഉള്ളിൽ. കാരണം അങ്ങ് ഞങ്ങളോട് കാണിച്ച കൃപ കാണും. താങ്ക് യു ജീസസ്, പ്രൈസ് ആൻഡ് വർഷിപ്പ് ഗാഡ്. കർത്താവ് ഇന്ന് സംസാരിക്കുന്ന ഹോളി സ്പിരിറ്റ് ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കണമേ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് മത്തായിലേക്ക് പോകാം. മത്തായിന്റെ 9-ാമത്തെ ചാപ്റ്ററിന്റെ 27 തൊട്ട് 31 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കാം. മത്തായിന്റെ 9-ന്റെ 27 തൊട്ട് 31 വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര ഞങ്ങളുടെ കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു കൊണ്ടുവന്നു. അപ്പൊ അവിടെ നിന്ന് പോരുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 12 വർഷം രക്തസ്രാവമായിട്ട് കഷ്ടപ്പെട്ടിരുന്ന സ്ത്രീ യേശുവിന് മുന്നിൽ തൊടുന്നത്, യായിറോസിന്റെ മകളെ ദൈവം യേശുക്രിസ്തു ഹീലാക്കുന്ന, അതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ബാലയെ അല്ലെ, മരണത്തിൽ നിന്ന് ഉയർത്തി റിസറക്ഷൻ അത് കൊടുക്കുന്നതിന് ശേഷം വരുന്നൊരു കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുക, അവിടെ നിന്ന് പോരുമ്പോൾ എന്ന് പറയുന്നത്. അപ്പൊ 2 കുരുടന്മാർ, ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്ന്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നു എന്ന് യേശു ചോദിച്ചതിന്, ഉവ്വ് കർത്താവേ എന്നവർ ഉത്തരം പറഞ്ഞു. അവൻ അവരുടെ കണ്ണ് തൊട്ട്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. പിന്നെ യേശു, നോക്കുവിൻ, ആരും അറിയരുത് എന്ന് അമർച്ചയായി കൽപ്പിച്ചു. അവരോ പുറപ്പെട്ടു ആ ദേശത്തിലൊക്കെ അവന്റെ ശ്രുതിയെ പരത്തി. അപ്പൊ നമുക്കറിയാം, യേശു അങ്ങനെ എന്താ പറയുക, ആരും അറിയരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓപ്പണായിട്ട് മറ്റു സ്ഥലങ്ങളിൽ പോകാൻ സാധിക്കാത്തൊരവസ്ഥ. എല്ലാവരും ഇങ്ങനെ തടിച്ചു കൂടിയിട്ട് അല്ലെ, ചുറ്റും കൂടിയിട്ട് യേശുവിന് ഓപ്പണായിട്ട് സ്ഥലങ്ങളിൽ പോകുന്ന ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഹീൽ ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആരോട് സംസാരിക്കുക, ഇതിനെപ്പറ്റി പറയാൻ പോകരുത് എന്ന് പറഞ്ഞു. പക്ഷെ ഓഫ് കോഴ്സ് അവരുടെ ജീവിതത്തിൽ ഒരു വലിയൊരു കാര്യം നടന്നു കഴിയുമ്പോൾ അവർ മിണ്ടാതിരിക്കത്തില്ല, അത് ദൈവത്തിന് അറിയുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അതിനെപ്പറ്റി യേശു ഒന്നും പറയാതിരിക്കുന്നത്. ഇനി ഇവിടെ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇവിടെ 2 പേര് കുരുടന്മാർ, ദാവീദ് പുത്രൻ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടരുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ യായിറോസിന്റെ മകൾക്ക് ജീവൻ കൊടുക്കുന്നു, ആ കുഞ്ഞൊക്കെ എഴുന്നേൽക്കുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ 2 മനുഷ്യര്, കണ്ണു പൊട്ടന്മാരായിട്ടുള്ള മനുഷ്യർ, കണ്ണു കുരുടന്മാരായിട്ടുള്ള 2 വ്യക്തികൾ, ഒന്ന് വിചാരിച്ചു നോക്കി, അവർക്ക് തീർച്ചയായിട്ടും യേശുവിന്റെ പുറകെ ആ വീട് വരെ എത്തിപ്പെടുക എന്നുള്ളത് പറഞ്ഞാൽ അത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള കാര്യം ആയിരിക്കണമെന്നില്ല അല്ലെ. തീർച്ചയായിട്ടും അല്ലേ, നമുക്ക് കണ്ണ് കാണുന്നവർക്ക് നടന്നു പോകുന്നില്ല, അല്ലെ, കണ്ണ് കാണാൻ വയ്യാത്ത ആൾക്കാർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാലും
പെട്ടിട്ടും യേശുവിന്റെ പുറകെ ഒരു വീട് വരെ ചെല്ലുവാണ്. അതിന്റെ ഇടയിൽ അവർ വിളിച്ച് കരുണ തോന്നണമെന്ന് നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും കേട്ടിട്ടും കൂടെ അത്രയും തന്നെ വിളിച്ച് കരയുന്ന ആൾക്കാരെ കേട്ടിട്ടും കൂടി യേശു അത് മൈൻഡ് ചെയ്യാതിരിക്കുന്നു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ അവര് വീട്ടിലൊന്ന് ചോദിച്ചപ്പോ വന്നു കഴിഞ്ഞപ്പോഴേക്കും യേശു ഇങ്ങനെ ചോദിക്കുക, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അല്ലെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് എന്നുള്ളതൊന്ന് അറിയണം അല്ലെ. മനസ്സ് കാണുന്ന ഹൃദയം കാണുന്ന ദൈവം പറയുവാണ് അവരുടെ വിശ്വാസത്തിന്റെ ഒരു ഇന്റൻസിറ്റി ഒന്ന് അറിയണം അല്ലെ. പെർസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള വിശ്വാസമാണോ അല്ലെ എന്നൊന്ന് അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പം രണ്ടുപേരും കുരുടന്മാരെന്നുള്ള കാര്യം നമുക്കറിയാം. അവർക്ക് നടക്കാനൊന്നും എന്താ പറയുക ആ വീട് വരെ എത്ര ഡിസ്റ്റൻസിലായിരുന്നുള്ള കാര്യം അറിയത്തില്ല അല്ലെ. നമുക്ക് 1 കിലോമീറ്റർ ആയിരുന്നായിരിക്കും, ചിലപ്പോൾ 2 കിലോമീറ്റർ ആയിരുന്നായിരിക്കും. അത്രയും ദൂരം ഇവർക്ക് യേശുവിന്റെ പുറകെ പോകുമോ എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അല്ലെ. അവർക്ക് തീർച്ചയായിട്ടും തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അല്ലെ. അവർക്ക് തിരിച്ചു പോകാമായിരുന്നു അല്ലെ. ഈ ഞങ്ങളിത് എത്രയും കറന്ന് വിളിച്ചു കൂട്ടും, ഈ ജീസസ് എന്ന് പറഞ്ഞ ആളിത് മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഇനി ഞങ്ങൾ എന്തിനാ ഇതിന് പുറകെ പോകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അവർക്ക് തിരിച്ചു പോകാമെന്ന്. ഞങ്ങളെ അങ്ങ് സുഖപ്പെടുത്താമെന്ന് ഇദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചു തിരിച്ചു പോകാമായിരുന്നു അല്ലെ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ ഇവര് യേശുവിന്റെ പുറകെ ഞങ്ങൾക്ക് സുഖമാകണം എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി ഇവര് ചെല്ലുവാണ് ചെയ്തത്. അപ്പൊ അതൊരു ഒരു പെർസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു വിശ്വാസമാണ്. അത്രയും കഷ്ടപ്പാടിൽ കൂടെ അവർ കടന്നു പോയിട്ട് അവര് അത്രയും കഷ്ടപ്പെട്ടിട്ടും കൂടെ അവരങ്ങോട്ട് യേശുവിന്റെ പുറകെ ചെല്ലണം. അപ്പൊ ആ ഒരു വിശ്വാസം അവരിൽ കാണുന്നതിന് വേണ്ടിയാണ്, അതിന്റെ ഇന്റൻസിറ്റി ആയിരുന്നതിന് വേണ്ടി ദൈവം യേശുക്രിസ്തു അപ്പഴേ തന്നെ ഹീലാക്കാതിരുന്നത് അല്ലെ. നമുക്കറിയാം ബ്ലൈൻഡ് ആയിട്ടുള്ള ബാൾട്ടിമസ് എന്നുള്ള ആളെ യേശുക്രിസ്തു എന്താ ഇവിടുന്ന് ജെറിക്കോന്ന് വരുമ്പോൾ ആൾക്കാർ സുഖപ്പെടുത്തുന്നുണ്ട് അല്ലെ, ഇമ്മീഡിയറ്റ് ആയിട്ട് സുഖപ്പെടുത്തുന്നുണ്ട്, അത് വേറെ കാര്യം അല്ലെ. അപ്പൊ ഈ സ്ത്രീ ഇപ്പൊ 12 വർഷക്കാലം രക്തസ്രാവം ഉള്ള സ്ത്രീ യേശു ഒന്നും പറയാതെ കൊണ്ട് ഹീലാക്കപ്പെടുന്നു. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹീൽ ചെയ്യും ദൈവം അല്ലെ. കരുണയില്ലാത്ത അല്ലല്ലോ ദൈവം. പക്ഷെ ഇങ്ങനെ ഇത് കാണിക്കുവാണ് അല്ലെ. നമ്മളെയും കൊണ്ട് നമുക്കും കൂടെ ഒന്ന് അറിയണമല്ലോ അല്ലെ. ഒരു പെർസിസ്റ്റന്റ് ആയിട്ട് ഒരു സ്ഥിരമായിട്ടുള്ള വിശ്വാസം അത് നമ്മളിൽ ഉണ്ടായിരിക്കണം എന്ന് ദൈവം വളരെയധികം ആഗ്രഹിക്കുക, അതിനെപ്പറ്റി കാണിക്കുക അല്ലെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥിരം അത് പ്രാർത്ഥിച്ചിട്ട് നിർത്തിപ്പോകുന്നതല്ല, ഉത്തരം കിട്ടിയില്ല നിർത്തിപ്പോകുന്ന തരത്തിലുള്ള വിശ്വാസത്തെ പറ്റിയല്ലേ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലൂക്കോസിന് 18 വരുമ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ, സ്ഥിരമായിട്ട് ആ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള വിശ്വാസമുള്ള ആ ഒരു എന്താ പറയുക സ്ത്രീയുടെ ആ ഒരു കഥ പറഞ്ഞതിന് ശേഷം പറയുവാണല്ലോ, അൺജസ്റ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ് ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത്. അദ്ദേഹത്തിന് ദൈവത്തോടും വലിയ പേടിയൊന്നുമില്ല, മനുഷ്യരെയും റിഗാർഡ് ചെയ്യുന്നില്ല, മനുഷ്യരെ പറ്റിയൊന്നും വലിയ മനുഷ്യരെ റിഗാർഡ് ചെയ്യാത്ത, ആരെയും മൈൻഡ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു ജഡ്ജ് അല്ല. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിധവയായിരിക്കുന്ന സ്ത്രീ സ്ഥിരമായിട്ട് വന്ന് എനിക്ക് എന്താ നീതി തരണമെന്ന് അപേക്ഷിക്കുന്നു. പക്ഷെ അയാളങ്ങ് മൈൻഡ് ചെയ്യാൻ വേണ്ടി കരുതുന്നില്ല അല്ലെ. അദ്ദേഹം ഞാനിപ്പോ എനിക്കിപ്പോ മൈൻഡ് ചെയ്തിട്ടുള്ള കാര്യം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അദ്ദേഹം ഇരിക്കുന്നു. പക്ഷെ കുറേ നാളായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോ അവസാനം ഈ സ്ത്രീ ഉണ്ടാക്കിയ പ്രശ്നമല്ല, തലവേദന കാണാൻ അദ്ദേഹം അല്ലെ ഞാൻ ഇവർക്ക് നീതി കൊടുക്കാൻ തീരുമാനിച്ച് നീതി കൊടുക്കുന്നു. അപ്പൊ യേശുക്രിസ്തു അവിടെ ചോദിക്കുക, അങ്ങനത്തെ ഒരു പെർസണൽ ആയിട്ടുള്ള ഫെയ്ത്തിനെ പറ്റിയാണ് ദൈവം നമ്മളെ പറ്റി എല്ലാം വിചാരിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം, നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. അപ്പോൾ അപ്പൊ അവിടെ യേശുക്രിസ്തു ഇങ്ങനെ പറയുക, ഇങ്ങനെയുള്ള വിശ്വാസം അല്ലെ സൺ ഓഫ് മാൻ തിരിച്ചു വരുമ്പോൾ കാണാൻ സാധിക്കുമോ എന്ന് ചോദിക്കുക. പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വിശ്വാസം അല്ലെ, സ്ഥിരമായിട്ടുള്ള ഒരു വിശ്വാസം കാണാൻ സാധിക്കുമോ. അത് തന്നെയാണ് ഇവിടെയും എന്താ പറയുക ദൈവം ഈ മനുഷ്യരെ കൊണ്ട് കണ്ണ് കാണാൻ വയ്യാത്തിരുന്ന ഇവരെ കൊണ്ട് ദൈവം എന്താ പറയുക ഉദ്ദേശിച്ചത് അത് തന്നെ, ഒരു പെർസിസ്റ്റന്റ് ആയിട്ട് അല്ലെ. എത്ര കഷ്ടപ്പാടിന്റെ ഇടയിലാണെങ്കിൽ പോലും എന്താ പറയുക ഈ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ്, ഒരു ശക്തി അല്ല, വിശ്വാസം, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പോലും യേശുവിന്റെ പുറകെ ചെന്ന് ഹീലിംഗ് വാങ്ങിക്കാനുള്ള ഒരു മനസ്സൊരു ശക്തി അവർക്കുണ്ടോ എന്ന് നോക്കിയതാണ് അല്ലെ. അതൊരു താല്പര്യമുണ്ടോ, അതിനൊരു എന്താ പറയുക മനസ്സുറപ്പുണ്ടോ
എന്നൊന്ന് നോക്കിയതാണ് യേശുക്രിസ്തു ചെയ്യുന്നത്. അപ്പൊ ഇനി അങ്ങനെയുള്ള വിശ്വാസത്തെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കറിയാം മത്തായിന്റെ 15 പോകുമ്പോൾ അല്ലെ, 21 വാക്കോട്ട് 28 വാക്ക് വരെ വായിക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു സൈറോ ഫിനീഷ്യൻ വുമനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സിദോൻ എന്ന പ്രദേശത്തേക്ക് യേശുക്രിസ്തു പോകുന്നു അല്ലെ, ടയറിലും സിഡോണിലേക്കും അല്ലെ യേശു പോകുന്നു. അവിടെ വെച്ച് ഒരു സൈറോ ഫിനീഷ്യൻ എന്നുള്ള ഒരു ഒരു ആ ഒരു സ്ഥലത്ത് നിന്നുള്ള ഒരു ലേഡി, അവളുടെ മകൾക്ക് അല്ലെ കൊച്ചു മകൾക്ക് ഭൂതം ബാധിച്ചിരിക്കുന്നു. അപ്പൊ യേശു ആ സ്ഥലത്തേക്ക് പോകുന്നത് ഈ സിഡോൺ എന്നുള്ള സ്ഥലത്തേക്ക് പോകുന്നത് നമ്മള് അതിന്റെ താഴേക്കുള്ള വാക്കുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം. അതിന് മുമ്പിലുള്ള വാക്കുകളൊക്കെ വായിക്കാൻ നമുക്കറിയാം യേശുക്രിസ്തു ആ സ്ഥലത്തേക്ക് പോയിരിക്കുന്നത് ഈ സ്ത്രീയെ ഹീൽ ചെയ്യാൻ വേണ്ടി, ഈ സ്ത്രീയുടെ കുഞ്ഞിനെ ഹീൽ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ആ സ്ഥലത്ത് പോയിട്ട് ഒരു വീട്ടിൽ യേശുക്രിസ്തു ചെന്നിട്ട് ബാക്കിയുള്ളവരാരും അറിയരുത് എന്ന് എന്താ പറയുക ഇങ്ങനെ പറയും അല്ലെ, വേറെ ആരും അറിയണം എന്ന് യേശുക്രിസ്തു ഒരു താല്പര്യമില്ല. അവിടെ വേറൊരു വർക്കിനും പോയതില്ല. വെറുതെ ഒരു വീട്ടിൽ പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടി യേശുക്രിസ്തു പോകത്തില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി കുറച്ചു നേരം എന്ന് വെച്ച് ചായ കുടിച്ചിട്ട് തിരിച്ച് നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് തിരിച്ചു പോരാൻ പറഞ്ഞുകൊണ്ട് ഒരു ഹൗസ് വിസിറ്റിങ്ങിന് പോകും അല്ലെ. പക്ഷെ യേശുക്രിസ്തു അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി അല്ലല്ലോ അല്ലെ. വെറുതെ ഒരു സ്ഥലത്ത് പോയി കുറെ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് തിരിച്ചു വരുക എന്നുള്ളത് അത് യേശുക്രിസ്തു ചെയ്യുന്ന കാര്യമല്ലോ. യേശുക്രിസ്തു അവിടെ പോയിരിക്കുന്നത് അത്രയും ബിസി ആയിട്ടുള്ള സ്കെഡ്യൂളിന്റെ ഇടയ്ക്ക് പോയിരിക്കുന്നു എന്തോ ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ സ്ത്രീയുടെ കുഞ്ഞിനെ ഹീലാക്കുന്നല്ലാതെ വേറൊരു കാര്യവും യേശുക്രിസ്തു ചെയ്തിട്ടില്ല. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഏരിയയിൽ ചെയ്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയതിന്റെ ഉദ്ദേശം തന്നെ ഈ സ്ത്രീയുടെ കുഞ്ഞിനെ ഹീലാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ദൈവം പോയിരിക്കുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ എങ്ങനെയോ അറിഞ്ഞു യേശു അവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് വന്ന് യേശുവിനോട് ഇങ്ങനെ അപേക്ഷിക്കുന്നുണ്ട്. അപ്പൊ ശിഷ്യന്മാരെയോ ഈ സ്ത്രീനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ പറയുന്നു. പക്ഷെ അവര് പോകാനോ തയ്യാറല്ല. യേശു തൊട്ട് അവരെ പറഞ്ഞു വിടാനും തയ്യാറല്ല. യേശു അവരുമായിട്ട് ഒരു വർത്താനത്തിലേക്ക് ഏർപ്പെടും അല്ലെ. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന അവൾ അവരോട് ഒരു വാക്കുത്തരം ഇങ്ങനെ യേശു അവിടം വിട്ടു ദിനോ എന്ന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. മത്തായിന്റെ 15 തൊട്ട് 15 21 തൊട്ട് 28 വരെ ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു അവനോട് കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവരോട് ഒരു വാക്കു ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കെ വന്നു, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കല്ലയോ എന്നെ അയച്ചിരിക്കുന്ന ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് ഇട്ടു കൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഇടയരുടെ മേശയിൽ നിന്നും വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട് സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. അപ്പൊ ഇവിടെയും യേശു പറയാം നിന്റെ വിശ്വാസം പോലെ ഫലിക്കട്ടെ, നിന്റെ ഇഷ്ടം പോലെ ഫലിക്കട്ടെ എന്ന് പറയും. അപ്പൊ സ്ത്രീ വന്ന് മകളെ രക്ഷപ്പെടുത്തണം എന്ന് കർത്താവിനോട് പറയുമ്പോൾ ആദ്യം ഒന്നും മിണ്ടുന്നില്ല അല്ലെ. ശിഷ്യന്മാർ ഇവരോട് പറയുന്നു, യേശുവിനോട് പറയുന്നു ഈ സ്ത്രീയെ ഓടിച്ചുവിടാൻ പറയുന്നു. പക്ഷെ യേശു അവളോട് പറയുവാണ് ഇസ്രായേൽ ഗൃഹത്തിലേക്കാണ് എന്നെ വിട്ടിരിക്കുന്നത്, അല്ലാതെ ജെന്റൽസിന്റെ ഇടയ്ക്കല്ല, ഇസ്രായേൽ ഗൃഹത്തിലേക്ക് മാത്രമാണ്, ആടുകളുടെ ഇടയ്ക്ക് കാണാതെ പോയ ആടുകളുടെ ഇടയ്ക്ക് മാത്രമാണ് എന്നെ വിട്ടിരിക്കുന്നു പറയുന്നു. എന്നാൽ ഈ സ്ത്രീ പിന്നെയും പെർസിസ്റ്റ് ചെയ്യും, പിന്നെയും എന്താ പറയാ പറയുമല്ലേ എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം അല്ലെ എന്ത് പറയുക. പിന്നെയും അവളോട് പറയുന്ന മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. അപ്പോഴാ സ്ത്രീ പിന്നെയും പറയും അങ്ങനെയല്ല, എന്താ പറയാ മക്കളുടെ ബ്രെഡിന്റെ ക്രംസ് പോലെ കിട്ടിയാലും മതി അല്ലെ, വീഴുന്ന മേശയിൽ എന്താ പറയുക നായ്ക്കുട്ടികളുടെ ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നായ്ക്കുട്ടികൾ ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പറയുക അല്ലെ, എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം. അപ്പൊ ഇവിടെ എനിക്കിത് കാണിക്കാനുള്ള വാക്കാന്ന് വെച്ചാൽ 25-ാമത്തെ വാക്കിങ്ങനെ പറയുക, അവൾ വന്ന് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ്
പറഞ്ഞ് അവനെ നമസ്കരിച്ചു എന്ന് പറയാം. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ, ന്യൂ കിങ് ജെയിംസ് വേർഷനിലേക്ക് പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ വന്നിട്ട് അവനെ വർഷിപ്പ് ചെയ്തു എന്നൊരു വാക്കിലേക്കാണ് വന്നിരിക്കുന്നത്, അല്ലെ? വർഷിപ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊരു വാക്കിലേക്ക് വന്നിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ വിശ്വാസം, അവൾക്കൊരു വിശ്വാസമുണ്ട്, അവൾക്കൊരു ഫെയ്ത്ത് ഉണ്ട്, അല്ലെ? അതിനെ ഇളക്കാൻ ഒന്നിനും തന്നെ സാധിക്കത്തില്ല. യേശുക്രിസ്തു അവളോട് പറഞ്ഞില്ല, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെപ്പോലെ ഔട്ട്സൈഡേഴ്സിനെ ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയല്ല, ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേലിന്റെ ഗൃഹത്തിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ വേണമെങ്കിൽ ആ സ്ത്രീക്ക് തിരിച്ചു പോകാമായിരുന്നു. പിന്നെയും പറഞ്ഞിരിക്കുക, അല്ലെ, ഹീലിംഗ് എന്ന് പറഞ്ഞാല് മക്കളുടെ അപ്പമാണ്, അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കരുതെന്ന് പറയുന്നു. അപ്പോ എന്നിട്ടും യേശുക്രിസ്തു പറയുന്നത് ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇത് ഇസ്രായേൽ ഗൃഹത്തിനുള്ളതെന്ന് പറയുമ്പോൾ പോലും സ്ത്രീക്ക് പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ അവര് പോകാൻ നിന്ന് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവര് വർഷിപ്പ് ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ആ സ്ട്രോങ് ഫെയ്ത്ത്, അവർക്കൊരു വിശ്വാസമുണ്ട്, അല്ലെ? എന്റെ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് എന്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താമെന്നുള്ള വിശ്വാസമുണ്ട്. ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ കേട്ടിരിക്കുന്നു, പലരും സുഖപ്പെട്ടിരിക്കുന്നതും പലരുടെ ശരീരത്തിൽ നിന്നും, പലരുടെ ആത്മാവിൽ നിന്നും, അല്ലെ, സോളിൽ നിന്ന് പിശാചിന്റെ ടീം ഓടിപ്പോയിരിക്കുന്ന കാര്യം ഞാൻ കേട്ടിരിക്കുന്നു. ഈ വ്യക്തിക്ക്, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്ക് ഇദ്ദേഹം സാധാരണക്കാരൻ ഒരു വ്യക്തി അല്ലെന്നൊരു കാര്യം അവൾക്കറിയാം. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം അവളുടെ ഉള്ളിലുണ്ട്. ആ വിശ്വാസം അവളെ ദൈവത്തിന് വർഷിപ്പ് ചെയ്യാൻ വേണ്ടി, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമസ്കരിച്ചെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാല് ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന അവള് വർഷിപ്പ് ചെയ്യുന്ന ഒരു മോഡിലേക്ക് അവർ മാറുകയോ ചെയ്തു. അവര് വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. ആ വിശ്വാസം അവള് വർഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എബ്രഹാമിന്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി. ഉൽപ്പത്തിന് 22 പോകുമ്പോ ദൈവം എബ്രഹാമിനെ ടെസ്റ്റ് ചെയ്യാൻ പോവുക. അപ്പൊ എബ്രഹാമിനോട് പറഞ്ഞു, എബ്രഹാം, നിന്റെ ബിലവഡ് ആയിട്ടുള്ള മകൻ, നിന്റെ ഒൺലി സൺ എന്ന് പറഞ്ഞിരിക്കും ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ഐസക്കിന്, അല്ലെ, ഐസക്കിനെ ആയിട്ട് നീ മൊറയാം മലയിലേക്ക് പോയിട്ട് അവിടെ നീ അവനെ സാക്രിഫൈസ് കൊടുക്കണം, ബലി കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കും. മൊറയാം മല എന്ന് പറഞ്ഞാല് എബ്രഹാമിന് 3 ദിവസത്തെ ട്രാവലാണ്, അല്ലെ? അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ തന്റെ കൂടെ 2 വേലക്കാരി പയ്യന്മാരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരുമായിട്ട് പോയി കഴിയുമ്പോ മൊറയാ മല കണ്ടു കഴിഞ്ഞപ്പോ എബ്രഹാം മലക്കാരോട് പറയാം, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഇതിന്റെ കഴുതകളുടെ കൂടെ, അല്ലെ, ഇവിടെ അതിനെ നോക്കിയിട്ട് അവിടെ നിൽക്ക്, ഞാൻ ഈ പയ്യനും കൂടെ പോയിട്ട് വർഷിപ്പ് ചെയ്തിട്ട് ആരാധിച്ചിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് എബ്രഹാമിന്റെ ആ വിശ്വാസം, അല്ലെ, 3 ദിവസം സമയം ഉണ്ടായിരുന്നു, വേണേ പോണെങ്കിൽ തിരിച്ചു പോകാമായിരുന്നു, അല്ലെ, വേണമെങ്കിൽ അല്ലെ, എന്റെ മകനെ ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നൊന്നും ഇല്ല എന്നുള്ള തീരുമാനം എടുത്തിട്ട് വേണം തിരിച്ചു പോകാമായിരുന്നു, അല്ലെ? പക്ഷെ അത് തിരിച്ചു പോകാതെ ആ ദൈവത്തിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചപ്പോ അവസാനം എബ്രഹാം പറയും, ഞാന് വർഷിപ്പ് ചെയ്യാൻ പോവുക, അല്ലെ, ഞാന് എന്റെ ദൈവത്തെ ആരാധിക്കാൻ പോവുക, എന്റെ മകനെ സാക്രിഫൈസ് കൊടുക്കേണ്ടി വന്നാലും എന്റെ മകനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് കൊടുക്കേണ്ടി വന്നാൽ അതൊരു വർഷിപ്പാണ്, അതൊരു ആരാധനയാണ് എന്നുള്ള ഒരു തലത്തിലേക്ക് മാറുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രോങ് ആയിട്ടുള്ള ഫെയ്ത്ത്, അല്ലെ, ആ ഫെയ്ത്ത് ഒരു വർഷിപ്പായിട്ട് മാറുവാണ്. അപ്പൊ ആ വർഷിപ്പ് ആയിട്ട് മാറുന്ന ഫെയ്ത്ത് എന്ന് പറഞ്ഞാല് അതൊരു പരിചയ പോലെയാണ് നമ്മുടെ ചുറ്റിനും, അല്ലെ? അതിനെ ഒന്നിനെ തന്നെ മറികടക്കാൻ സാധിക്കത്തില്ല, പിശാചിന്റെ വർക്കിന് മറികടക്കാൻ സാധിക്കത്തില്ല, അല്ലെ? അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറയുന്നത്, ഈ സ്ഥിരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫെയ്ത്ത് നമുക്ക് ഉണ്ടാകണം. അതാ യേശു ചോദിക്കുന്നത്, ഞാൻ വരുന്ന സമയത്ത് ഇതുപോലത്തെ ഫെയ്ത്ത് കാണാൻ സാധിക്കുമെന്ന് യേശു 12ാമത്തെ ചാപ്റ്റർ ലൂക്കോസില് ചോദിച്ചതിന്റെ കാര്യം, 8ാമത്തെ വാക്ക് ചോദിച്ചതിന്റെ കാര്യം, ഇതുപോലത്തെ ഫെയ്ത്ത് കാണാൻ സാധിക്കും, അല്ലെ? ആ ഒരു വർഷിപ്പിലേക്ക് മാറുന്ന തരത്തിലുള്ള ഫെയ്ത്ത് കാണാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ദൈവത്തോട് പറയുന്നത്, ദൈവമേ, എനിക്കറിയാം അങ്ങ് ആരാണെന്ന്, അല്ലെ? ഐ നോ ഹു യു ആർ, എനിക്കറിയാം അങ്ങ് ആരാണെന്ന്, അല്ലെ? ഞാൻ വിശ്വസിക്കുന്നു അങ്ങിൽ. അപ്പൊ അതാണല്ലോ വർഷിപ്പ് എന്ന് പറഞ്ഞത്, അല്ലെ? ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വർഷിപ്പ്. അപ്പൊ ആ ഒരു വർഷിപ്പിലേക്ക് ആ വിശ്വാസം മാറുക ചെയ്യുന്നത്, അല്ലെ? ആരാധനയിലേക്ക് മാറുക ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ആരാധന, ആ ഒരു വർഷിപ്പ് തലത്തിലേക്ക് ഉയരുന്ന ഫെയ്ത്ത്, അതിന് മറികടക്കാൻ സൈത്തിന് സാധിക്കത്തില്ല. അപ്പൊ അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് പറയുന്നത്, അങ്ങനെ തരത്തിലുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ഒരു നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ദൈവം ഒന്ന് എന്നോട് അല്ല, നമ്മൾ കുറച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിശ്വാസം അത് നിർത്തിയിട്ട് പോവുകയാണെങ്കിൽ, അല്ലെ, ഞാൻ കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു ഒരു സബ്ജക്റ്റിന് വേണ്ടി, പക്ഷെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ പ്രാർത്ഥന നിർത്തുവാണെങ്കിൽ അവിടെ കാര്യമില്ല, അല്ലെ? അപ്പൊ അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്, കിട്ടുന്നോടം വരെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ,
വിചാരിക്കുക. ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള സബ്ജക്റ്റിനെ പറ്റി ഞാൻ പറയുന്നത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റുകൾ എടുത്തിട്ടുണ്ട്, ദൈവത്തിന്റെ മഹിമയ്ക്കായിട്ട് തീരാത്ത സബ്ജക്റ്റുകൾ എടുത്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ട് ദൈവം എനിക്ക് ഉത്തരം തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അല്ലെ? അങ്ങനെയുള്ള സബ്ജക്റ്റിനെ പറ്റിയല്ല പറയുന്നത്, ദൈവത്തിന്റെ മഹിമ വരുത്തുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകൾ, അല്ലെ? അത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ പറ്റി ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ദൈവം തന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ എനിക്കൊരു ബംഗ്ലാവ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം, അതും വേണം, ഇത് വേണം, അല്ലെ? അങ്ങനെയുള്ള തരത്തിലുള്ള ലക്ഷറീസ് കാര്യങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ പ്രാർത്ഥനയെ പറ്റിയല്ല പറയുന്നത്, അല്ലെ? നമ്മളുടെ ആവശ്യങ്ങൾ, അല്ലെ? ഒരു ഹീലിങ്ങിനെ പറ്റിയാണെങ്കിലും, അത് നമുക്കൊരു അസുഖമുണ്ടെങ്കിൽ അത് മാറ്റുന്നതിനെ പറ്റിയാണെങ്കിൽ, അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ പറ്റി, അങ്ങനെ നമുക്ക് ആവശ്യമുള്ളതിനെ പറ്റി, അല്ലാതെ വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദൈവത്തിന്റെ പേരിനൊരു മഹിമ കൊണ്ടുവരാത്ത തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു എത്രയോ ആൾക്കാരുണ്ട്, അല്ലെ? എത്രയോ തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രാർത്ഥനയെ പറ്റിയല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ ആവശ്യങ്ങളെ പറ്റി, അല്ലെങ്കിൽ ദൈവത്തിന്റെ വർക്ക് നമ്മൾ ചെയ്യുന്നതിനെ പറ്റി, അല്ലെ? അങ്ങനെ ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ കാര്യങ്ങളെ പറ്റി, അല്ലെ? വർക്കിനെ പറ്റി, മിനിസ്ട്രി വർക്കിനെ പറ്റി, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം ഒരു മഹിമയ്ക്കായിട്ട് തീരുന്ന തരത്തിലുള്ള പ്രാർത്ഥനയാണെങ്കിൽ അത് ആൻസർ തരാൻ ഇത്തിരി വൈകിയാലും അത് പിടിച്ചു നിൽക്കുക എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നു, അല്ലെ? കാര്യം എന്താ വെച്ചാൽ ഓരോ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തെ വളരുക ചെയ്യുന്നു, അല്ലെ? നമ്മൾ വിശ്വാസത്തെ ദൈവം ഇച്ചിരി താമസിച്ചാലും ആൻസർ തരുമ്പോൾ നമ്മൾ വിശ്വാസത്തെ വളരുക ചെയ്യുന്നു. അപ്പൊ വിശ്വാസത്തിൽ വളരുന്ന വ്യക്തികളായിരിക്കും, വിശ്വാസത്തിന്റെ ആ ഒരു എന്താ പറയുക, ഒരു മസിൽ, അല്ലെ? വിശ്വാസ മസിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കണം. അപ്പൊ അങ്ങനെയാകുമ്പോൾ സെയ്റ്റൻ, ഒരു കാര്യം കൂടെ പറയട്ടെ, സെയ്റ്റന് ഒരു കാര്യം അറിയാം, നമ്മളെ തോൽപ്പിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്താന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസത്തിനിട്ട് ഒരു കുത്തു കൊടുത്താൽ മതി, അല്ലെ? സ്ട്രോങ് ആയിട്ട് വിശ്വാസം ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ താനേ താഴെ വരും, അല്ലെ? ഒരു ഡൗട്ട് ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടാൽ മതി, നമ്മൾ അതേപോലെ തന്നെ താഴേക്ക് വരും, അല്ലെ? പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസമുള്ള വ്യക്തികളാണെങ്കിൽ, അല്ലെ, എന്താ പറയുന്നത്, ഇപ്പൊ ഈ സ്ത്രീയെ പോലെയൊക്കെ പറഞ്ഞല്ലോ, അവര് സൈറോഫിനിഷ്യൻ സ്ത്രീയെ പോലെ ഒക്കെ പറഞ്ഞല്ലോ, അപ്പൊ അവര് പിശാച് പോലുമല്ല ക്വസ്റ്റ്യൻ പറഞ്ഞത്, യേശുക്രിസ്തു തന്നെയാണ് ഓരോ ക്വസ്റ്റ്യൻ പറഞ്ഞത്, അല്ലെ? ഇതില്ല, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് യേശുക്രിസ്തു തന്നെയാണ് പറഞ്ഞത്, പിശാചും കൂടിയല്ല. എന്നിട്ടും കൂടി ആ സ്ത്രീ പോകാൻ വേണ്ടി തയ്യാറായിരുന്നില്ല, അല്ലെ? വിട്ടിട്ട് പോകാൻ ആ സ്ത്രീ തയ്യാറായിരുന്നില്ല. അപ്പൊ പിശാച് ഓരോ ഡൗട്ടുമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ എങ്ങനെയായിരിക്കും, അല്ലെ? അപ്പൊ നമുക്ക് അതേ യേശു പറഞ്ഞു, ഒരു ഷീൽഡ് പോലെ, ഒരു പരിചയ പോലെ ഒരു വിശ്വാസം ഉണ്ടാകണമെങ്കിൽ അതൊരു വർഷിപ്പ് ലെവലിലേക്ക് പോകുന്ന ഒരു വിശ്വാസമായിരിക്കണം, അല്ലെ? എനിക്കറിയാം, എന്റെ ദൈവത്തെ എനിക്കറിയാം, അല്ലെ? ഒന്ന് വിചാരിച്ചു, ഡാനിയേലിന്റെ വിശ്വാസം ഒന്ന് ഓർത്ത് നോക്കി, അല്ലെ? ഡാനിയേലിന്റെ ഫ്രണ്ട്സിന്റെ വിശ്വാസം ഒന്ന് ഓർത്ത് നോക്കി. ഈ തീയിലിട്ടെന്ന് പറഞ്ഞാൽ എന്റെ ദൈവത്തിന് ഈ തീക്കത്ത് ഞങ്ങളെ കൊണ്ടുവരാൻ കഴിവുള്ളവൻ എന്റെ ദൈവം, പക്ഷെ ഇനി കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വിഗ്രഹത്തെ ഞങ്ങള് എന്താ പറയാ തൊഴാനൊന്നും പോകുന്നില്ല. അതൊരു വിശ്വാസമാണ്, ഒരു പരിചയ പോലെ നിന്നൊരു വിശ്വാസമാണ്, അത് ആൻസർ ചെയ്യുക തന്നെ ചെയ്തു ദൈവം, അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വർഷിപ്പ് പോലെ നമ്മുടെ വിശ്വാസം ഒരു വർഷിപ്പ് പോലെ ആവട്ടെ, പിശാചിനും തൊടാൻ വയ്യാത്ത തരത്തിലുള്ള ഒരു വിശ്വാസമായിരിക്കട്ടെ, അല്ലെ? മറികടക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വിശ്വാസമായിരിക്കട്ടെ നമ്മുടെ ഉള്ളിലുള്ളത്, അല്ലെ? പിശാചിന് മറികടക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു വിശ്വാസമായിരിക്കട്ടെ നമ്മുടെ ഉള്ളിൽ. അതുപോലെ വിശ്വാസം കാണാൻ സാധിക്കുമോ എന്നാണ് യേശുക്രിസ്തു ചോദിക്കുന്നത്. ഈ ലോകത്തില് അതുപോലത്തെ വിശ്വാസം കാണാൻ സാധിക്കുമോ എന്നാണ് യേശുക്രിസ്തു ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ വിശ്വാസമുള്ള വ്യക്തികളായിരിക്കട്ടെ നമ്മൾ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. നന്ദി പിതാവ് കർത്താവ്. വർഷിപ്പ് യു, പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ ഗോഡ്. വിശ്വാസം, അങ്ങയുടെ വിശ്വാസം ഞങ്ങൾക്ക് ഇമ്പാർട്ട് ചെയ്ത് നന്ദി പറയുന്നത്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ ഫാദർ ഗോഡ്. അങ്ങനെ ഉറച്ചു നിൽക്കാനും പെർസിസ്റ്റന്റ് ആയിട്ട് വിശ്വസിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരുന്ന അപേക്ഷിക്കും. ഞങ്ങളുടെ വിശ്വാസം അതൊരു ആരാധനയായി തീരട്ടെ കർത്താവേ. താങ്ക് യു ആൻഡ് പ്രൈസ് യു മാസ്റ്റർ, വർഷിപ്പ് യു യേശു. താങ്ക് യു ജീസസ് മിസ്റ്റർ. കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്, അനുഗ്രഹിക്കണം യേശുവിന്റെ നാമം തന്നെ. ആമേൻ. കേട്ട നന്ദി, ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാവട്ടെ.